നിങ്ങൾ ഹൈറാണോ ഷർറാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ നമ്മൾ വേറെ ആളെ കാര്യം നമ്മളെ കാര്യം ആലോചിക്കേണ്ട ഒരു 2-3 പോയിന്റാണ്. ഒന്നെന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഷോപ്പിൻ്റെ എണ്ണം കൂടിക്കോട്ടെ, ഷോപ്പിൻ്റെ എണ്ണം കുറഞ്ഞോട്ടെ, നിങ്ങൾ കൂടിയാൽ ഹൈറാണോ നമ്മൾ പറഞ്ഞു ഹൈറാണെന്ന്. പക്ഷെ ഹൈറാണെന്ന് ശരിക്കും പറയണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ പണ്ട് നിസ്കരിച്ചതിന് അത്ര ഇപ്പം നിസ്കരിച്ചിട്ടുണ്ടോ? പണ്ട് ഖുർആൻ ഓതിന് അത്ര നിങ്ങൾ ഖുർആൻ ഓതുണ്ടോ? പണ്ട് സ്വതക്ക കൊടുത്തതിന് അത്ര നിങ്ങൾ സ്വതക്ക കൊടുത്തുണ്ടോ? പണ്ടുള്ള ഇഖ്ലാസിൻ്റെ അത്ര നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം, ദീനോടൊക്കെ താല്പര്യവും സ്നേഹവും ഉണ്ടോ? എന്നാൽ നിങ്ങൾ വിജയത്തിലാണ്. അല്ല, നിങ്ങളെ ദുന്യാവ് കൂടിയപ്പം ഇതൊക്കെ താഴത്തേക്ക് വന്നുകണോ? നിങ്ങൾ പഴയ പോലെ ജമാഅത്തിന് വരുന്നില്ല, പഴയ പോലെ ഓതല്ല, പണ്ടത്തെ പോലെ പള്ളിക്ക് ഇത്തികാഫിന് കാണുന്നില്ല, ഇപ്പോൾ പരിപാടിക്കൊന്നും വിളിച്ചാൽ വരുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരോട് താടി എന്തൊക്കെ വെച്ച ആൾക്കാരോട് ഇപ്പോൾ പഴയ ഒരു സ്നേഹമൊന്നുമില്ല, ഒരു കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം പിരിവിനെന്നൊക്കെ പറയലും. അങ്ങനെ നിങ്ങളെ സമീപനത്തിന് മാറ്റം വന്നുകണോ? എന്നാൽ നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾ ദുനിയാവ് കൊണ്ട് പൊളിയാൻ പോണ ആളാണ് നിങ്ങൾ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, ഷെറ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ഷർറാണെന്നല്ല, നമുക്കൊരു പ്രയാസം, ഒരു മെച്ചാകട്ടെ ഒരു പ്രയാസമാകട്ടെ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ചാൽ, ആ ഹൈർ കൊണ്ടും അല്ലെങ്കിൽ ആ എളുപ്പം ആ നല്ലത് കൊണ്ട് അല്ലെങ്കിൽ ആ പ്രയാസം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുത്തുകണമെങ്കിൽ അത് ഹൈറാണ്. അത് രോഗമാകട്ടെ, ഒരു കച്ചവടം നല്ല ലാഭമുള്ളൊരു കച്ചവടം നമുക്കുണ്ടായി, അതുകൊണ്ട് നമ്മൾ നല്ല നിസ്കാരം പള്ളിക്ക് ഒന്നുകൂടി ഉസാറാക്കി, ഒന്നുകൂടി സ്വതക്കൊക്കെ കൂട്ടി പാവങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്നുകൂടി സഹായിക്കാൻ തുടങ്ങണമെങ്കിൽ അത് ഹൈറാണ്. അതല്ല, നമ്മൾ ദുന്യാവിൻ്റെ കാര്യം മെച്ചപ്പെട്ടപ്പം നമ്മൾ ദീനിന് താഴത്തേക്ക് പോയിണെങ്കിൽ അത് നമുക്ക് ഷർറാണ്. അത് ഷർറാണ് നമ്മൾ തിരിച്ചറിയണം.